ഹേ ഗെയിമേഴ്സ്, ഇറ്റ്സ് മീ അദൽ ഹാഡ് ടു വാച്ചിങ് മൈ ദർ വീഡിയോസ്. അപ്പം നമ്മൾ തോന്നിങ്ങനെ കേസ് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് മാറ്റാണ് കേസ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും എനിക്ക് എങ്ങനെയാണ് നമ്മുടെ സ്വന്തം ഹാപ്പി ഗാസ്റ്റിലൊക്കെ കിട്ടിയതായിരിക്കും കേസ്. ഞാൻ ഇത് എടുക്കുന്ന രണ്ടാമത്തെ ഇൻട്രോ ആണ് കേസ്. എൻ്റെ ഒന്നാമത്തെ ഇൻട്രോയും ഞാൻ നെതറിൽ പോയി ഈ രണ്ട് ഹാപ്പി ഗാസ്റ്റ് എടുക്കുന്നതും പിന്നെ എല്ലാതും സ്റ്റോറേജ് ഫുള്ളായപ്പോൾ എനിക്ക് സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഞാൻ ഡിലീറ്റൊക്കെ എടുത്തപ്പോൾ കേസ് അതും അങ്ങ് ഡിലീറ്റ് ആയി കേസ്. അപ്പോൾ ഞാൻ ആകെ വിഷമത്തിൻ്റെ കേസ് എന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ കേസ് ഞാൻ എന്തുണ്ടായി പറഞ്ഞുതരാം. ഞാൻ നെതറിൽ പോയപ്പോൾ ഇപ്പോഴത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് 3 ഗോൾ ഉണ്ടാകും. നെതറിൽ പോവുക, പിന്നെ വൂൾ ഫാം ഉണ്ടാക്കുക, പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് ഉണ്ടാകും, പിന്നെ ഇൻറ്റീരിയർ അതൊരു കംപ്ലീറ്റ് ആക്കുക. അത് നമ്മുടെ ഇന്നത്തെ ഗോളിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഗോളായ നെതറിൽ പോയപ്പോൾ നമുക്ക് നെതർ വേസ്റ്റ് ബയോം കിട്ടിയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കോഡ്സ് കളക്ട് ചെയ്ത് നമ്മൾ മെയിനായിട്ട് പോയത് കോഡ്സ് കളക്ട് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നടന്നു പോയപ്പോൾ എനിക്ക് സോൾസ് ആൻഡ് ബയോം കിട്ടി കേസ്. അപ്പോൾ ഞാൻ കുറച്ചും തപ്പിയപ്പോൾ എനിക്ക് 2 ഗ്ലാസ് അടുപ്പിച്ച് കിട്ടി. ഞാൻ അവിടെ വന്നിട്ട് അവരെ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് അവരെ വലുതാക്കി സ്നോബോളൊക്കെ കൊടുത്തു. സെറ്റ് ആയതെന്ന് ഫുള്ളി. എനിക്ക് ഇന്ത്യയിലുള്ളതിപ്പോൾ വൂൾ ഫാമിൻ്റെ ആ വീഡിയോ മാത്രമേ ഉള്ളൂ. വൂൾ ഫാമിൻ്റെ വീഡിയോ പിന്നെ ഇന്ത്യയുടെ കംപ്ലീറ്റ് ചെയ്യണം ആ വീഡിയോ മാത്രമേ ഉള്ളൂ കേസ്. അപ്പോൾ ക്ഷമിക്കുക, നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടു കേസ്. എൻജോയ് ചെയ്ത വീഡിയോ. ഓക്കെ. അപ്പോൾ കേസ് നമ്മളങ്ങനെ നമ്മുടെ ഷീപ്പ് ഫാമിന് വേണ്ടിയിട്ടുള്ള വൂൾ ഫാമിനുള്ള ഐറ്റംസ് ഫുൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പിന്നെ ഞാൻ ഒന്നിനെ മാത്രമേ സെറ്റാക്കിയിട്ടുള്ളൂ. എൻ്റെ സാധനം മൊത്തത്തിലുള്ളൂ. എന്താ പറയുക, ഹാർഡ്നെസ്സോ എന്താ പറയുക, എന്താ ഉണ്ടായി അറിയില്ല, വെതർ കഴിഞ്ഞു പോയി. അപ്പോൾ കേസ് നമുക്ക് എന്തായാലും ഉണ്ടാക്കാം കേസ്. നമുക്ക് കുറച്ച് ഐറ്റംസ് എടുക്കാം. വീട്ടിലേക്ക് നമുക്ക് ഈ ഒന്നിനായിട്ടുള്ള സാധനം ഒന്നിനുള്ളത് എടുക്കാം. രണ്ട് ഷീറ്റ്സ് എടുക്കാം. ജസ്റ്റ് ഒത്തറോടും ഇതുമാണ് ഗ്ലാസ്. നമുക്ക് ഓരോരുത്തർ കളർ ആക്കണം. വീട്ടിലേക്ക് ഗ്ലാസ് നമുക്ക് വെക്കാം. അതിന് പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുക. കാരണം നമ്മളിവിടെ പണിയെടുക്കുമ്പോൾ തന്നെ ഇത് അപ്പോൾ കേസ് ഞാനിത് ഉണ്ടാക്കുന്നത് 2x കാണിക്കാം കേസ്. കാരണം ഇത് ഭയങ്കര സിമ്പിളാണ് കേസ്. നിങ്ങൾക്ക് അറിയില്ല, ഞാനിനി ഇതിൻ്റെ ട്യൂട്ടോറിയൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് കേസ്. ഇത് സിമ്പിൾ ഫാമാണ്. ഓട്ടോമാറ്റിക് ഷീപ്പ് വൂൾ ഫാം നിറച്ച് കൊടുത്താൽ കിട്ടും കേസ്. അപ്പോൾ ഞാൻ 2x കാണിക്കാം. നിങ്ങളെന്നാൽ കൺട്രോൾ ഞാൻ മ്യൂസിക്കും വെച്ചേക്കാം. ഓക്കെ.
രാത്രി കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഓടാം, അല്ലെങ്കിൽ ക്രീപ്പറൊക്കെ വന്ന് പൊട്ടിത്തെറിച്ച് നമ്മുടെ ഇപ്പം ഉണ്ടാക്കിയ ബിൽഡും കൂടി പൊട്ടിത്തെറിക്കും കേസ്. അപ്പോൾ കേസ് എന്തായാലും നമുക്ക് പോയി ഉറങ്ങാം. പിന്നെ കേസ് ഞാൻ എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ഒരു 4 ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കേസ്. അപ്പോൾ കേസ് നമ്മുടെ വൂൾ ഫാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേസ്. ഇതായിട്ട് വെച്ചിട്ടുണ്ട്, കാരണം നമ്മുടെ ഗ്ലാസ് പൊട്ടിപ്പോകുമ്പോൾ സിൽറ്റത്തിലൊക്കെ കേസ് നമുക്ക് പറ്റുന്നില്ല. അതിൻ്റെ മറ്റേ ഷവല് പൊട്ടിപ്പോയി. ഞാൻ വേറെ സിൽറ്റത്തിൽ സാധനം ഉണ്ടാക്കണം കേസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ലൈറ്റ് ബ്ലൂവിൻ്റെ ആ ഷീപ്പ് ചത്തുപോയി കേസ്. ഞാൻ കൊണ്ടുവരുമ്പോഴൊന്നും അറിയാതെ അടിച്ചാണ് ചത്തുപോയി. ഇനി നമുക്ക് മെല്ലെ കയറ്റിക്കൊണ്ട് ഓഫ് ക്യാമറയിൽ. അപ്പോൾ നമ്മൾ കേസ് നമ്മുടെ 2 ഗോൾ കംപ്ലീറ്റ് ആക്കി നമ്മൾ നെതറിൽ പോയി. നമ്മൾ പിന്നെ എക്സ്ട്രാ നമ്മൾ 2 ഹാപ്പി ഗാസിനെ കൊണ്ടു. പറ്റുമെങ്കിൽ കേസ് ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് ഞാൻ മിക്കവാറും ഞാൻ ഷോർട്ട് വീഡിയോ ഇടാൻ നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേസ് ഞാൻ മറ്റേ വില്ലേജസിന് നമ്മളിങ്ങനെ ഹാപ്പി ഗാസിൻ്റെ മേത്ത് ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ എന്തോ ഉണ്ട് കേസ്. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. അത് ഞാൻ മിക്കവാറും ചിലപ്പോൾ ഷോർട്ട് ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഷോർട്ടാക്കി ഇടാം, ഞാൻ ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ കേസ് നമുക്ക് ആകെ ഒരു കോൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഷീപ്പ് ഫാം ഉണ്ടാക്കി പിന്നെ നമ്മൾ നെതർ പോയി നമുക്ക് പിന്നെ ഹാപ്പി ഗാസ് മെയിനായിട്ട് നമ്മൾ നെതർ പോയിട്ട് നമ്മൾ കോഴ്സ് എടുക്കാൻ കേസ്, കാരണം നമ്മൾ ഒബ്സർവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഓരോ സെറ്റാക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മളെ ലാസ്റ്റ് കോൾ നമ്മളെ വീടിൻ്റെ എൻഡ് ചെയ്തത് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മളെ വീടിൻ്റെ ഇന്ത്യയിൽ നമുക്ക് ഒന്ന് തീർക്കണം. അപ്പം നമ്മൾ അത് മൊത്തം തീർത്തിട്ട് നമ്മൾ അപ്ഡേറ്റ് തരാം കേസ്. കാരണം ഞാൻ ചിലപ്പോൾ അടുത്തിൻ്റെ വലിയ ബിൽഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കേസ് ഞാൻ എൻ്റെ വേറൊരു റെക്കോർഡ് സെറ്റാക്കിയിട്ട് അടുത്ത് ഇങ്ങനെ ഇവിടെ എൻ്റെ വേൾഡ് കയറ്റി ഞാൻ ഇവിടെ വില വെച്ചിട്ട് ഞാൻ അങ്ങനെ വില ഒരു ഷോർട്ട് എടുക്കാനും പ്ലാൻ ചെയ്യാം. കാരണം അപ്പോൾ നിങ്ങൾക്ക് കാണാനേ പറ്റും കേസ്. അതുവരെ ഞാൻ എന്തായാലും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ അപ്ഡേറ്റ് ചെയ്ത് പറ്റുള്ളൂ കേസ്. കാരണം എനിക്ക് ഫുൾ വീഡിയോ കാണിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കുറേ ഗോൾ ചെയ്യുന്നുണ്ട്. ഒരു ഗോളാണെങ്കിൽ നമുക്ക് ഫുള്ളായി അത് കാണിക്കാം. അത് ബോറടിക്കും ചെയ്യാൻ മാത്രമല്ല. വലിയ സ്റ്റോറേജ് ആയിരുന്നില്ല കേസ്, വലിയ ഇന്ത്യൻ ഡിസൈൻ ഒന്നുമില്ല കേസ്. നമ്മൾ പറ്റുന്ന പോലെ അത്യാവശ്യം നമ്മൾ ലുക്കൊക്കെ ആയിട്ട് ഒരു കിച്ചണും ഒരു ഇതൊക്കെ ആയിട്ട് ഒരു കിച്ചണും ഒരു സ്റ്റോറേജും ഒരു ബെഡ്റൂമൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഇന്ത്യയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് എൻ്റെ പ്ലാനാണ് കേസ്. ഞാൻ അങ്ങനെ യൂട്യൂബൊക്കെ ചെയ്യുന്ന ആളല്ല. അപ്പോൾ നമുക്ക് എല്ലാം ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേസ്. ഓക്കെ. അപ്പോൾ കേസ് നമ്മുടെ ഒരു ഇന്ത്യൻ്റെ ഒരു 3/4 ഭാഗം നമ്മൾ തീർത്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ മുഴുവൻ ചെയ്യാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതാ നമ്മുടെ ഒരു മെയിൻ ഹാള്, നമുക്കിവിടെ ഇരിക്കുക ചെയ്യാം, ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ നമ്മുടെ നമുക്ക് തണുപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചൂടുകൊള്ളുള്ള ഏരിയയാണത്. പിന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു സ്മെൽറ്റിങ് ഏരിയയും പിന്നെ നമ്മുടെ സ്റ്റോറേജ് നമുക്കിപ്പോൾ കുറച്ച് നമ്മൾ അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ഉണ്ടാകുന്ന നമ്മുടെ സ്റ്റോറേജ് ഇതായിരിക്കും ഇതിൻ്റെ പട്ടിക അടിക്കുന്നത്. പിന്നെ മുകളിലേക്കാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഇതാ നമ്മുടെ ബെഡ്റൂം നമ്മൾ കുറേ നേരം സെറ്റാക്കിയത് കേസ്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോർ റൂം പോലെയാണ്. ഞാൻ ഇവിടെ എൻ്റെ ബാഗിൽസ് വെക്കാൻ പോകുന്നത്. ഞാൻ അടിയിൽ വസ്തു വെച്ചു, പിന്നെ അങ്ങോട്ട് മാറ്റാൻ പോകുകയാണെങ്കിൽ ഇത് പിന്നെ എൻ്റെ ഒരു ബാൽക്കണി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയതാണ്. നമ്മുടെ 2 ഹാപ്പി കാസ്റ്റ് ഇവരുള്ള പേരുകൾ സജസ്റ്റ് ചെയ്തിട്ട് കേസ്. ഓക്കെ. അപ്പോൾ ഗ്യാസ് പിന്നെ നമുക്ക് മോൾക്ക് ഏരിയ ഉണ്ട്. ആ മോളിൽ നമ്മൾ എൻചാൻമെൻറ്റ് ഏരിയ ഉണ്ട്. അതിനുള്ള ബുക്ക് ഷെൽഫ് എൻ്റെ തയ്യാറായിട്ടുള്ള കേസ്. അതുകൊണ്ടാണ് ഞാൻ മോൾക്ക് ഇപ്പോൾ ഉണ്ടാക്കാത്തത്. പിന്നെ വരുന്നത് എൻ്റെ പ്ലാനിൽ ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ബ്രൂയിങ് ഏരിയയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കേസ് ആ മാപ്പിൻ്റെ സാധനം സെറ്റ് ചെയ്യാന്ന്. കാരണം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സീക്രട്ട് എൻട്രൻസ്. നമ്മളിതാ ഫസ്റ്റ് ഇതിനുള്ളിൽ ഇറങ്ങുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മെല്ലെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇറങ്ങുക. നമ്മൾ കുനിഞ്ഞിട്ട് നമ്മളിതിനുള്ളിലേക്ക് പോവുക. എന്നിട്ട് നമ്മളിതാ വെച്ചിട്ട് ഇങ്ങനെ സീക്രട്ട് എൻട്രൻസ് ആണ് കേസ്. ഇവിടെ ഒരു വാച്ച് ടവർ പോലെ പിന്നെ അടിയിൽ നമ്മൾക്കൊരു ബ്രൂയിങ് സ്റ്റേഷൻ പോലെ സെറ്റ് ചെയ്യാൻ പ്ലാൻ ആണ്. പിന്നെ ഞാൻ വിചാരിച്ച കേസ് നമുക്കിത് അതുകൂടെ ഒരു എൻട്രൻസ് കൊടുത്തിട്ട് നമുക്ക് അടിയിൽ കുറച്ച് കുഴിച്ചിട്ട് നമുക്ക് അടിപൊളി നമ്മൾ മാപ്പ് റൂം ഉണ്ടാക്കാം കേസ്. മാപ്പ് റൂം ഇവിടെ ഉണ്ടാക്കാം. ഞാൻ ബ്രൂയിങ് സ്റ്റേഷൻ വേറെ ഒരു ബിൽഡ് ചെയ്യുക കേസ്. ഒരു വിച്ചിൻ്റെ ഒരു ഹട്ട് പോലെ സെറ്റാക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം കേസ്. അപ്പോൾ നമുക്ക് വേറെ വേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ പോയിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വില്ലേജർ ഞങ്ങൾക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഫസ്റ്റ് ഇന്ത്യയിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഷീപ്പ് ഫാം ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഇന്ത്യയിൽ ചെയ്യുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ആയിക്കോളും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഉണ്ടാക്കാൻ പറ്റും. ഗെസ് മൊത്തം 40 പ്രൊഡ്യൂസ് ആയിട്ട് നിങ്ങൾ വയ്ക്കുന്നത് മൊത്തം പച്ചയായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഇത് ഗൈസ് പെർമനൻറ്റ് അല്ല, ഇത് നമ്മൾ മാറ്റുമല്ലോ. അപ്പോൾ നമ്മളെല്ലാം ഒരു കളറാക്കിയാൽ നമുക്ക് സുഖമായിട്ട് നമ്മളിപ്പോൾ ഡൈഫാമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ബെഡുണ്ടാക്കാൻ അതാണ് നല്ലത് ഞാൻ വിചാരിച്ചു. അതുപോലെ എല്ലാം ഒരു കളറാക്കിയിട്ടുണ്ട്, പച്ച. ഏറ്റവും കൂടുതൽ വരേണ്ടത് ഇവിടെയാണ് ഗൈസ്. കാരണം ഇവിടെ ഞാൻ ഫസ്റ്റ്
ഫസ്റ്റ് ഏറ്റവും ഉണ്ടാക്കിയത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ എന്തായാലും എൻ്റെ പ്ലാൻ പറഞ്ഞാൽ ഓഫ് ക്യാമറയിലായിരിക്കില്ല, ഞാൻ ചിലപ്പോൾ ഒരു ഷോർട്ട് ഇടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വില്ലേജസിനെ ഹാപ്പി ഗ്യാസിലൂടെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചില്ല. ചിലർക്ക് അറിയുണ്ടാവില്ല, ചിലർക്ക് അറിയുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചില്ല. വേണമെങ്കിൽ അത് ഷോർട്ട് വീഡിയോ എടുത്ത് ചിലപ്പോൾ വരും ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്യണത്. എന്നിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഒരു അയൺ ഫാം ഉണ്ടാക്കാം. അയൺ ഫാം നമ്മളിങ്ങനെ 2 വില്ലേജിൽ ഇട്ടിട്ട് അവരെ നമ്മൾ ബ്രീഡ് ചെയ്ത് നമ്മൾ 20 വില്ലേജസ് ആക്കിയിട്ട് അങ്ങനത്തെ ഒരു അയൺ ഫാം ഉണ്ടാക്കാം. പിന്നെ പറ്റുമെങ്കിൽ വില്ലേജ് ബ്രീഡ് ഉണ്ടാക്കാം. പിന്നെ അതാണ് പ്ലാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിന്ന് നെതർ പോയിട്ട് നമ്മൾ 2 ഹാപ്പി ഗ്യാസിനൊക്കെ കൊടുന്നു. ഇവർക്കുള്ള പേര് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, കാരണം ഉറപ്പായി കമൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മുടെ സ്വന്തം വൂൾ ഫാം ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഇൻറ്റീരിയറും അത്യാവശ്യം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ അജൽ ഹാറ്റ് signing out guys, bye.